ഹലോ, അസ്സലാമു അലൈക്കും. എന്തുണ്ട് വിശേഷം? സുഖല്ലേ? കുറേ ആയില്ലേ വീഡിയോ എല്ലാം മര്യാദ ഇട്ടിട്ട്. ഒന്നാമത് ടെൻഷനാണ്. എന്താന്ന് പറഞ്ഞാൽ ഉള്ള സബ്സ്ക്രൈബർ ഫുള്ള് ഇന്നലെ 13 സബ്സ്ക്രൈബറാണ് കുറഞ്ഞത്. അപ്പൊ അതെല്ലാം കാണുമ്പോൾ നമുക്ക് വീഡിയോ ഇടാനുള്ള മനസ്സൊന്നുമില്ല. നമുക്ക് സബ്സ്ക്രൈബർ ഓരോ ആൾക്കാർ കൂടുമ്പോഴാണ് നമുക്ക് വീഡിയോ ഇടാനെല്ലാം തോന്നുന്നത്. ഇപ്പൊ ഞാൻ നോമ്പിന്റെ മുന്നേ തുടങ്ങിയതാണ് സബ്സ്ക്രൈബർ ഇങ്ങനെ കുറഞ്ഞ് എന്താ കാരണം എന്ന് എനിക്കറിയില്ല. അത് പഠിച്ചവർക്കും യൂട്യൂബിനെ അറിയുള്ളൂ എന്താ സബ്സ്ക്രൈബർ കുറഞ്ഞു വരുന്നതെന്ന്. നമുക്ക് അതിനെപ്പറ്റി അറിയാത്തതുകൊണ്ട് അതുകൊണ്ട് എനിക്ക് ഒരു മൈൻഡും ഇല്ല വീഡിയോ ഒന്നും ഇടാൻ വേണ്ടിയിട്ട്. ഭയങ്കര ടെൻഷനാണ്. ഇപ്പോൾ ഓരോ സബ്സ്ക്രൈബർ കൂടുമ്പോഴാണ് നമുക്ക് എന്താ ചെയ്യുക, വീണ്ടും വീഡിയോ ഇടാൻ തോന്നുന്നത്. അപ്പോൾ സബ്സ്ക്രൈബർ നമ്മൾ സ്റ്റുഡിയോ പോയി സബ്സ്ക്രൈബർ ഇങ്ങനെ ഒറ്റയടിക്ക് ഇന്നലെ 13 കുറഞ്ഞെന്ന് പറയുമ്പോൾ ഭയങ്കര ടെൻഷനാണ്. അതുകൊണ്ടാണ് വീഡിയോ ഒന്നും ഇടാത്ത. വീഡിയോ ഇടാനുള്ള മൈൻഡൊന്നുമില്ല. അപ്പം ഇന്ന് എനിക്ക് നല്ലൊരു ഉപകാരമുള്ള ഞാൻ ഉണ്ടാക്കി തേച്ചിട്ട് എനിക്ക് നല്ല മാറ്റം വെച്ചൊരു ഇതാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. കണ്ട എൻ്റെ കണ്ണിന് നല്ല കറുപ്പേന് അത് ഒരുപാട് മാറി. ഞാൻ ഇപ്പം 3-4 ദിവസമായിട്ടുള്ളത് തേക്കൽ തുടങ്ങിയിട്ട്. അപ്പോൾ ഞാൻ എന്താണ് തേക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതാ, അതിന് നമുക്ക് കറ്റാർവാഴ, ഉരുളക്കിഴങ്ങ് ഇത് രണ്ടും വേണം. ഈ 2 സാധനം കൊണ്ടാണ് ഞാൻ എൻ്റെ കണ്ണിന്റെ കറുപ്പ് ഇങ്ങനെ റൗണ്ടായിട്ട് ബ്ലാക്കാണ്. അപ്പോൾ അത് മാറിയതാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം. കുറേ ആൾ ചോദിക്കുന്നുണ്ട് നാട്ടിൽ എന്നാ പോണെന്ന്. ഞാൻ ടിക്കറ്റ് എടുത്ത് ഇൻഷാ അല്ലാഹ് മെയ് 2 ഞാൻ നാട്ടിലെത്തും. മെയ് 2 ഞാൻ പോകുന്നത്. ഇൻഷാ അല്ലാഹ് നാട്ടിലെത്തും. അപ്പം എല്ലാവരും എനിക്ക് വേണ്ടി ദുആ ചെയ്യണം. യാത്രയിൽ സുഖമായിട്ടിരിക്കട്ടെ. പിന്നെ 1 മാസത്തിനാണ് പോകുന്നത് കേട്ടോ. ജൂണിൽ ലാസ്റ്റാകുമ്പോഴത്തേക്കാണ് റിട്ടേൺ തിരിച്ചു വരും. അപ്പം ഇതെല്ലാം വിശേഷം. അപ്പം ഇതാണ് ഞാൻ വീഡിയോ ഇടാത്ത കാരണം. നമ്മളില്ലാത്ത സമയം ഉണ്ടാക്കി വീഡിയോ എല്ലാം ഇടുമ്പോൾ സബ്സ്ക്രൈബർ കുറയുമ്പോൾ നമ്മളെ ആ സങ്കടമൊന്നും പറഞ്ഞാൽ ആർക്കും അറിയില്ല, എന്താ അറിയില്ല. സബ്സ്ക്രൈബർ ഒറ്റയടിക്ക് 10, 15 അല്ല. ഞാനാണെങ്കിൽ ഒരു ഗ്രൂപ്പിലോ കാര്യങ്ങളോ അങ്ങനെ ഒന്നുമില്ല. ആരെങ്കിലും എന്നെ ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന സബ്സ്ക്രൈബർ മാത്രമേ എൻ്റെ യൂട്യൂബ് ചാനലുള്ളൂ. പക്ഷെ അതും ഒറ്റയടിക്ക് കുറയാണ്. അതുകൊണ്ട് ഒരുപാട് വിഷമമുണ്ട്. അതുകൊണ്ട് ഞാനിപ്പോൾ കാര്യമായിട്ട് യൂട്യൂബിലൊന്നും ഇടുന്നില്ല. അപ്പോൾ ഇതാണ്. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് ഉണ്ടാക്കണമെന്നൊന്ന് കണ്ടിട്ട് വരാം കേട്ടോ. എല്ലാവർക്കും ഒരുപാട് പെണ്ണായാലും ആണായാലും ഇങ്ങനെ ഉറക്കം, എനിക്ക് പൊതുവേ ഉറക്കം കുറവാണ്. ഇപ്പൊ ടിക്കറ്റും കൂടി എടുത്തപ്പോൾ ഒട്ടും ഉറക്കില്ല. അപ്പൊ ഞാൻ ഇതാണ് ഇപ്പോൾ ചെയ്യുന്നത്. എനിക്ക് ഒരുപാട് മാറ്റമുണ്ട്. അത് നിങ്ങൾക്ക് നമ്മളെ കണ്ടോലിക്കേ അറിയുള്ളൂ. അതിലും ചോദിക്കും എന്താ ഷായി നീ ഉറക്കില്ല, എന്താണ് കണ്ണെന്ന്. ഇപ്പൊ എല്ലാവരും പറയുന്നുണ്ട് നല്ല മാറ്റമുണ്ട് ഷായി ചെയ്ത് ക്രീമാ തേക്കുന്നതെന്ന്. ഞാൻ ക്രീമൊന്നല്ല തേക്കുന്നത്. ഞാൻ കറ്റാർവാഴിൻ്റെ ജെല്ല് ഉരുളക്കിഴങ്ങ്. അപ്പൊ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്നൊന്ന് നമുക്ക് കണ്ടാലോ. അപ്പോൾ നമ്മൾ ഇതെന്താ ചെയ്യുന്നതെന്ന് കണ്ടാല്, അപ്പൊ ഇത് നമ്മളിതാത് ഉരുളക്കിഴങ്ങ് ഇത് കണ്ട ഇങ്ങനെ ഈ ചെറിയ അരിപ്പയിൽ കേട്ടോ. ഞാൻ വീഡിയോ ഓണാക്കാൻ മറന്നുപോയി. ചെറിയ കുഞ്ഞ് ഇതുണ്ട്, അതിലാണ് എടുക്കേണ്ടത്. നമുക്ക് ഈ ഉരുളക്കിഴങ്ങിന്റെ നീര് മാത്രം മതി കേട്ടോ. ഇപ്പൊ സത്യം പറഞ്ഞാൽ നാട്ടിൽ പോകുന്നതുകൊണ്ട് ഒന്നും ചെയ്യാനൊന്നും മനസ്സില്ല. ഇപ്പൊ ഞാനിത് ഉണ്ടാക്കിയത് കഴിഞ്ഞത് കേട്ടോ. ഇവിടെ വന്നാല് ഫ്രണ്ട്സുകളെല്ലാം എല്ലാ കുട്ടികളും തേക്കും. ആരെവിടെ വരുന്ന പോലെ എല്ലാം തേക്കും. അതുകൊണ്ട് കഴിഞ്ഞു പോയതാണ്. അപ്പൊ ഞാൻ വെച്ച് കൂടുതലുണ്ടാക്കി വെക്കാണ്. കൈ മുറിയാതെ ചിരകിയെടുക്കണം കേട്ടോ. നമ്മൾ ഇതെല്ലാം ചിരകിയെടുക്കുക. എനിക്ക് പണിയില്ല, പെട്ടെന്ന് ഉണ്ടാക്കാം. ചിരകുന്ന ഒരു പണിയേ ഉള്ളൂ. പിന്നെ എന്തൊക്കെയാ വിശേഷം എന്താന്നറിയില്ല. എനിക്ക് ഭയങ്കര സങ്കടം കേട്ടോ സബ്സ്ക്രൈബർ കുറയുമ്പോ. ഒന്നാമത് 2-2.5 കൊല്ലത്തിന് മേലെ യൂട്യൂബ് തുടങ്ങിയിട്ട് ഇപ്പോഴാണ് ഒന്ന് ലെവലായി വരുന്നത്. പിന്നെ അത് അങ്ങോട്ട് ബേക്കോട്ടന്നെ പോകുമ്പോ ആർക്കായാലും ടെൻഷൻ. അതാണ് ഇപ്പൊ വീഡിയോ ഒന്നും ഇടാത്ത. മനസ്സെല്ലാം ചത്തുപോയി. വീഡിയോ ഇടാനുള്ള മൂഡൊന്നുമില്ല. അപ്പൊ ഇതാരും നിസ്സാരമായി കളയണ്ട. കണ്ണിന് കറുപ്പായി കഷ്ടപ്പെടുന്നവര് ഞാനെന്നെ എത്രയോ ഏത് ക്രീം ഇട്ടാലോ പോവാന്നെല്ലാം വിചാരിച്ചിന്. പക്ഷെ ഇത് തേക്ക് തുടങ്ങിയിട്ട് എന്റെ കണ്ണിന്റെ കറുപ്പെല്ലാം ഒരുപാട് മാറ്റം കേട്ടോ. പിന്നെ ഉറക്കം ബെസ്റ്റാണ്. നിങ്ങൾക്കറിയാലോ നാട്ടില് ടിക്കറ്റ് എടുത്ത മുതൽ എനിക്ക് ഉറക്ക് കുറവാണ്. അപ്പൊ ഇതെല്ലാം ഞാൻ ചെറിയെടുക്കാം കേട്ടോ. ഇപ്പൊ ഒന്നും കൂടി ഉണ്ട്. 3 ഉരുളക്കിഴങ്ങ് ഞാൻ എടുത്തിന് കേട്ടോ. 3 ഉരുളക്കിഴങ്ങായാൽ നമുക്ക് കുറെ ദിവസം വെക്കും. ഇപ്പൊ ഇത് കളർ ചെയ്താലൊന്നും നമ്മൾ ടെൻഷൻ എടുക്കണ്ട. നമുക്ക് ഈ നീര് മാത്രം ആവശ്യമുള്ളൂ. പിന്നെ ഈ ഉരുളക്കിഴങ്ങ് ചെറുകുമ്പോൾ നല്ല കുട്ടികളെല്ലാം
അറിയാത്ത ആളുകൾ നോക്കുമ്പോൾ ലാസ്റ്റ് ഇട്ടുമ്പോൾ കൈ മുറിയാൻ സാധ്യതയുണ്ട്. നല്ല ശ്രദ്ധിക്കണം കേട്ടോ, അല്ലെങ്കിൽ പണി കിട്ടും. ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് നീര് മാത്രം നന്നായിട്ട് കിട്ടും. ലാസ്റ്റ് ആകുമ്പോൾ കൈ മുറിയാതെ ശ്രദ്ധിക്കണം. പിന്നെ പറയുന്നത് ഷായി പറഞ്ഞത് ഇതിന്റെ കൈ മുറിഞ്ഞൊന്ന് ഇതെല്ലാരും ഉണ്ടാക്കി നോക്കിയിട്ട് ഇതാക്കട്ടെ. ഇത് കഴിഞ്ഞു എല്ലാം നമ്മൾ എടുത്തിട്ടുണ്ട്. കണ്ട നീര് മാത്രമേ ഉള്ളൂ. ഈ കളർ നിങ്ങൾ നോക്കണ്ട, ഉരുളക്കിഴങ്ങ് വേഗം കളർ ചേഞ്ച് ആവും. ഇനി നമുക്ക് ഇതിന്റെ നീരെടുക്കണം. അപ്പൊ നമുക്ക് ഇതിന്റെ നീര് കണ്ട എല്ലാം നമ്മൾ ചെറുകിയെടുത്ത് കണ്ടീനല്ല. ഇനി നമ്മള് ഇതിന്റെ നീരാണ് എടുക്കുന്നത്. അപ്പൊ നമ്മൾ ഇങ്ങനെ ഒരു അരിപ്പ വെച്ച് ഒരു പാത്രം വെച്ച് ഇതിലേക്ക് നമ്മൾ എല്ലാം ഇട്ട് കൊടുക്കുന്നേ. നന്നായിട്ട് ഇട്ട് കൊടുക്കുന്നു കേട്ടോ. നമ്മളൊന്ന് കൈ കൊണ്ട് പിഴിഞ്ഞാൽ തന്നെ നന്നായിട്ട് ഇതിന്റെ ഉരുളക്കിഴങ്ങിന്റെ നീര് മാത്രമേ കിട്ടുള്ളൂ. ഇങ്ങനെ നന്നായിട്ട് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് കൈ കൊണ്ട് പിഴിഞ്ഞ് കൊടുക്കുക കേട്ടോ. കണ്ട ഇത് 3 ഉരുളക്കിഴങ്ങിന്റെ നീരാണ് ഇത്രയും കിട്ടിയത്. നന്നായിട്ട് ഇങ്ങനെ ചെയ്തെടുക്കുക. എല്ലാവരും ഇതെല്ലാം പിന്നെ ചെയ്ത് നോക്കിയിട്ട് കണ്ണിലെല്ലാം തേച്ചിട്ട് കുറവുണ്ടെങ്കിൽ എങ്ങനെയുണ്ടെന്ന് എന്നെ അഭിപ്രായം അറിയിക്കുക. പിന്നെ എല്ലാവരും സുഖമല്ലേ? ഇവിടെ നല്ല ചൂടായി, പിടുത്തം വിട്ട ചൂടാ, നല്ല ചൂടാ. എല്ലാം പിഴിഞ്ഞട്ടാ കൈ അമർത്തിയിട്ട് എല്ലാ നീരും കിട്ടിക്കോട്ടെ. ഉരുളക്കിഴങ്ങിന്റെ നീര് എന്ന് പറഞ്ഞാല് നമ്മളെ മുഖത്ത് സ്കിന്നിനെല്ലാം നല്ലതാണ്. നമുക്ക് ഇപ്പൊ ഞങ്ങൾ ഇത്രയും എടുത്ത് ഇതാണ്, ഇത്ര നീരായി. നമുക്കിത് മാറ്റി. അപ്പൊ നമ്മള് അത് മാറ്റി വെച്ച് ഇനി നമുക്ക് ജെല്ലെടുക്കാൻ അറിയാത്തപോലെ ആരും ഇല്ലല്ലോ അല്ലേ? ജെല്ല് ഞാൻ പറഞ്ഞുതരാം. 2 സൈഡും ഒന്ന് വെട്ടിക്കളയുക. ഇനി ചെറുങ്ങനെ വെട്ടിയാൽ മതി കേട്ടോ. ഈ 2 സൈഡും ഒന്ന് വെട്ടുക. ജെല്ലെടുക്കാൻ അറിയാത്ത പോലെ ആരും ഉണ്ടാവില്ല. കറ്റാർവാഴന്റെ ഇങ്ങനെ വെട്ടുക. എന്നിട്ട് ചെറുങ്ങനെ തോല് മാത്രം എടുത്ത് കളയുക. നീളത്തിൽ വെട്ടിയാലും കുഴപ്പമില്ല, പക്ഷെ തോല് മാത്രം അയക്കണം. നമുക്ക് തോലൊന്നും വേണ്ട. എന്നിട്ട് ഒരു ഇത് വെച്ചിട്ട് ഇതാ കണ്ട ജെല്ല് ഇതേപോലെ എടുത്താൽ മതി, പെട്ടെന്നാവും. നല്ല ജെല്ലുണ്ട് കേട്ടോ. ഇത് ഞാൻ ഇവിടെ വന്നിട്ട് നല്ല കറ്റാർവാഴ എപ്പോഴും ഞാൻ നട്ടുപിടിപ്പിക്കും കേട്ടോ നമ്മളെ ആവശ്യത്തിന്. ഇനി നാട്ടിൽ പോയാലാണ് അവസ്ഥ എന്തായിത്തീരും. റൂം കൊടുത്തിട്ടാ പോകുന്നത്. പക്ഷെ അവളും മെയ് 18, 20 ആകുമ്പോൾ ഓളും നാട്ടിൽ പോവുകയാണ്. പിന്നെ റൂം പൂട്ടിയിടുകയാണ്. പിന്നെ ഞാൻ ജൂണിൽ വന്നിട്ട് വേണമല്ലോ. അപ്പുറം സംസാരിക്കുന്ന ശ്രീലങ്കല്ലേ, ഓളോട് ഞാൻ പറഞ്ഞിന് ഓള് നനക്കാൻ വെള്ളം ഒഴിച്ചു കൊടുക്കുക, ഷായി ടെൻഷൻ അടിക്കണ്ടെന്നെല്ലാം പറഞ്ഞിന്. പിന്നെ നമ്മള് നല്ല ജെല്ലിങ്ങനെ ഒരു തുള്ളി കളയാതെ ഇങ്ങനെ എടുക്കുക. കണ്ട ഇതേപോലെ വേണം നമ്മൾ ജെല്ലെടുക്കാൻ. കണ്ട എന്ത് പറയണേ, എനിക്ക് ഞാൻ എന്തൊക്കെ കാണിച്ചിരുന്നുണ്ട്, എന്നിട്ടല്ലേ ഇക്ക് പോലും തരൂല. ഞാൻ തേച്ചിട്ട് എനിക്ക് ഓക്കെ ആണെന്ന് തോന്നിയത് മാത്രം ഞാൻ നിങ്ങളെ മുന്നിൽ എത്തിക്കുന്നുള്ളൂ. അത് കഴിഞ്ഞ് ഇനി നമ്മൾ ചെയ്യേണ്ട ഒരു മിനിറ്റ് ഒന്ന് കൈ തോർത്ത. ഇനി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഈ ഉരുളക്കിഴങ്ങും ഈ ഉരുളക്കിഴങ്ങിൻ്റെ ജെല്ലിൻ്റെ നല്ല മിക്സ് ആക്കണം.
ഇതിലൊന്നും അടിക്കേണ്ട കാര്യമില്ല. ഇതിൽ നല്ല ജോയിൻ്റ് ആവണം കേട്ടോ. ജെല്ലും ഉരുളക്കിഴങ്ങും നല്ല അടിച്ചെടുക്കുക. കൂടുതൽ പണിയൊന്നുമില്ല, പെട്ടെന്ന് എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. നന്നായിട്ട് അരിക്കട്ടെ. ഇത് പെണ്ണുങ്ങൾക്ക് മാത്രമല്ല കേട്ടോ കറുപ്പ്, ആണുങ്ങളും ഈ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നവർക്കും എല്ലാം നല്ല ഉപകാരപ്പെടും. നല്ലത് മിക്സാണ് കേട്ടോ. ഇതിൽ ഇതേപോലെ മിക്സാണ്, നല്ല മിക്സാക്കട്ടെ. അപ്പോൾ ഇതേപോലെ നല്ല മിക്സാക്കണം. അപ്പോൾ ഇതേപോലെ നല്ല മിക്സാക്കിയിട്ട് നമുക്ക് പിന്നെ ഒരു പണിയുണ്ട്. ഇത് നേരിട്ട് തേക്കല്ല, ഞാൻ കാണിച്ചു തരാം. ഇത് പോക്ക് വെച്ചിട്ട് ഇങ്ങനെ നല്ല മിക്സാക്കിയാൽ മതി കേട്ടോ. എല്ലാം ഉരുളക്കിഴങ്ങിൻ്റെ നീരും കറ്റാർവാഴയും എല്ലാം മിക്സാവും. ഇനി ഇതിൽ കഷ്ണം ഉണ്ടെങ്കിലും ഇവിടെ പേടിക്കണ്ട, നല്ലത് തന്നെയാണ്. നമ്മൾ മുഖത്ത് തേക്കുന്നത് നല്ലത് തന്നെയാണ്, അതൊന്നും ടെൻഷൻ അടിക്കണ്ട. എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഇനി നമ്മളിതാ നല്ല മിക്സാക്കിന്. ഇതിപ്പോൾ ഉരുളക്കിഴങ്ങിൻ്റെ നീരും ഇതെല്ലാം മിക്സായി. ഇനി നമ്മൾ ഇതേപോലത്തെ നമ്മൾ ഐസിൻ്റെ ഇതില്ല, ഇതിൽ പാർന്ന് വെക്കുകയാണ്. ഇതിൽ നിറയെ ഓരോ കട്ടായിട്ട് പാർന്ന് വെക്കുക. ആവശ്യത്തിന് പാർന്ന് വെച്ചാൽ മതി. കണ്ട ഇപ്പം തേക്കുമ്പോൾ ഞാൻ നാളെ കാണിച്ചു തരാം. ഇപ്പം 3 ഉരുളക്കിഴങ്ങ് എടുത്തിട്ട് ഇതൊക്കെ ഇത്രയേ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുകയാണെങ്കിൽ കൂടുതൽ ഉരുളക്കിഴങ്ങും കറ്റാർവാഴ ജെല്ലും കൊടുക്കണം. ഇത് നമ്മൾ ഐസായിട്ടാണ് കണ്ണിൻ്റെ അവിടെ മുഖത്തും തേച്ച് കൊടുക്കുന്നത്. അപ്പം എനിക്ക് ഒരുപാട് മാറ്റമുണ്ട്. കണ്ണിൻ്റെ അവിടെ നിന്നല്ല, എൻ്റെ മുഖം കണ്ടാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഒരുപാട് നല്ല വ്യത്യാസമുണ്ട്. ഇത് തേച്ചിട്ട് അത് ഐസാക്കിയിട്ട് വേണം തേച്ച് കൊടുക്കാൻ. എന്നിട്ട് 10 മിനിറ്റോ ഒരു 10 മിനിറ്റ് 5 മിനിറ്റോ നിർത്തിയിട്ട് നല്ല തണുത്ത വെള്ളത്തിൽ കഴുകിക്കളയുക. അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് അടിക്കുക. അപ്പോൾ ഇത് ഐസായിട്ട് നാളെ തേക്കുന്ന ഒരു വീഡിയോ കൂടി ഞാൻ ഇട്ടു. അപ്പം എല്ലാവരും പ്ലീസ് ഒന്ന് ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എന്നാലല്ലേ ഇപ്പം തന്നെ സബ്സ്ക്രൈബർ കുറഞ്ഞ് വരുമ്പോൾ ഉള്ള സബ്സ്ക്രൈബ് കുറയുമ്പോൾ അതുകൊണ്ടാണ് എനിക്ക് ഞാൻ വീഡിയോ ഒന്നും ഇടാത്ത മനസ്സെന്തോ വിഷമം കാര്യമെല്ലാം ആയിട്ട്. അപ്പോൾ പ്ലീസ് നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്ക് ഓരോ വീഡിയോ ഇടാൻ തോന്നും. അപ്പോൾ ഇതിൻ്റെ ബാക്കി നാളെ ഞാൻ ഇടുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, ബൈ ബൈ.